അസ്സലാമു അലൈക്കും. നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥ വിശ്വാസത്തിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം നമുക്ക് എതിരെ സാക്ഷിയാവുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതിന്റെ കാരണം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച രീതി, നമ്മുടെ ശരീരഘടന എന്നുള്ളത് സൃഷ്ടാവിന്റെ ഘടനയോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചതെന്ന് ഹദീസുകൾ പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീത പറയുന്നുണ്ട്, ബൈബിള് പറയുന്നു. ആ ഒരു ഘടനയിൽ സൃഷ്ടാവ് നമ്മളെ പോലെ മനുഷ്യനല്ല എങ്കിൽ പോലും സൃഷ്ടാവിന്റെ അംശങ്ങൾ എങ്ങനെയെന്നുള്ള ആ ഒരു ഓർഡറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെതിരെ നമ്മുടെ ശരീരം സാക്ഷിയായിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതിലുപരി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അധ്യായം 41 ഫുസ്സിലത്തിലെ 19 മുതലാണ് പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചു കൂട്ടുകയും എന്നിട്ട് അവരെ തെളിയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. അങ്ങനെ അവർ അവിടെ നരകത്തിൽ ചെന്നാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ കൈയാവട്ടെ, നമ്മളെ കാലാവട്ടെ, ഇതൊക്കെ നമുക്കെതിരെ നാളെ സാക്ഷി പറയുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മുടെ കണ്ണുകള്, നമ്മുടെ തൊലികള് ഒക്കെ നമുക്കെതിരെ സാക്ഷിയായിട്ട് വിളിച്ചു പറയും. നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നത് തങ്ങളുടെ തൊലികളോട് അവർ പറയും. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? നമ്മുടെ അവയവങ്ങളോട് തന്നെ ചോദിക്കും, നീ എന്താണ് എനിക്കെതിരായിട്ട് സാക്ഷ്യം വഹിക്കുന്നത് എന്ന്. തൊലികൾ പറയും, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാകുന്നു. ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ, അവനിലേക്ക് തന്നെയല്ലേ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യ തവണ സൃഷ്ടിച്ചത് അവനല്ലേ, അവനിലേക്ക് തന്നെയല്ലേ നമ്മൾ തീർച്ചയായിട്ടും മടക്കപ്പെടുന്നത്. മനുഷ്യവർഗത്തെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്കും സംസാരിക്കാനുള്ള ഒരു അവസരം തന്നു എന്നാണ് നമ്മൾ അവയവങ്ങൾ നമ്മോട് തന്നെ പറയുന്നത്. നിങ്ങളുടെ കാതോ, നിങ്ങളുടെ കണ്ണുകളോ, നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ അവയിൽ നിന്ന് ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് മിക്കതും അള്ളാഹു അറിയില്ലെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കണ്ണോ, നമ്മുടെ കാലോ, നമ്മുടെ ശരീരമോ, തൊലികളോ ഒന്നും നമുക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ തെറ്റ് ചെയ്യാതൊന്നും ഇരുന്നിട്ടില്ലല്ലോ എന്ന്. നമ്മളെ കൊണ്ട് ചെയ്യുന്ന പരമാവധി നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. അത് നന്മായാലും തിന്മായാലൊക്കെ. അപ്പൊ അത് നമുക്കെതിരായിട്ട് നമ്മൾ അവയവങ്ങൾ സാക്ഷി പറയും. അതാ ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നും അള്ളാഹു അറിയുന്നില്ല എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. നമുക്കെതിരെ നാളെ വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് പറയുന്നത്, നമ്മളെ അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്നു. നമ്മളെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞ സൃഷ്ടാവിന് അവയെ സംസാരിപ്പിക്കാൻ കഴിയില്ല എന്ന് എന്താ ഉറപ്പ്? നമ്മൾ തന്നെ ഒരു അത്ഭുതമല്ലേ. അതെത്ര നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി നിങ്ങൾ ധരിച്ചു വെച്ച ധാരണ അത് നിങ്ങൾക്ക് നാശം വരുത്തി. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവരായി തീർന്നു. നമ്മുടെ ശരീരം പോലും സാക്ഷി പറയും. നമ്മുടെ ശരീരത്തിൽ വേറെയും സാക്ഷികളുണ്ട്. അതിലുപരി നമുക്ക് പുറത്തും സാക്ഷിയുണ്ട്. സൃഷ്ടാവ് തന്നെ ഒരു സാക്ഷിയാണ്.